അടിപൊളിയായിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്കാണ് ചെയ്യുന്നത്. വെൽക്കം ഡ്രിങ്കും ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന്. ഇത് കസ്റ്റാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കസ്റ്റാർഡ് വേവിച്ച് വെക്കണം. ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ട് നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ പാല് ചൂടാകുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലുണ്ടല്ലോ, അതിന് 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് കസ്റ്റാർഡ് പൗഡർ ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചൂടാക്കാൻ വെച്ച പാലുണ്ടല്ലോ, അതിലേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കുക്കായി കിട്ടണം. കസ്റ്റാർഡ് പൗഡർ കുക്കായിട്ടില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും നമ്മുടെ ഡ്രിങ്കിന്. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം. കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മളിപ്പം ഇഫ്താറിൻ്റെ ഡ്രിങ്കൊക്കെ വൈകുന്നേരമാണല്ലോ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ടെക്സ്ചറാണുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആദ്യം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു അവക്കാഡോ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരു ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇട്ട മിക്സി ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്യണം. നല്ല പഴുത്ത അവക്കാഡോ എടുക്കണം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത്. അവക്കാഡോ ഡ്രിങ്ക് പൊതുവേ നമ്മൾ പഴുത്ത അവക്കാഡോ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുക. ഒരു 5 ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിക്കോ, എന്നിട്ട് ഹണി ചേർത്ത് കൊടുത്തോട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് പാല് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല ക്യൂബാക്കി എടുത്തിട്ടുണ്ട്. കട്ടപ്പാലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്ക് മിൽക്ക് ഷേക്ക് പോലെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ സെർവ് ചെയ്ത ആ ഗ്ലാസ് ഉണ്ടല്ലോ അതിലൊരു 3 ഗ്ലാസ്സോളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ചെറിയ ചെറിയ ഗ്ലാസ്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 5-8 ഗ്ലാസ്സോളം സെർവ് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇതുപോലെ തീരുമാനിക്കുക. ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിതിൽ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊതുവേ നമ്മൾ കസ്റ്റാർഡിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പം കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അതുമല്ല അവക്കാഡോൻ്റെ ഡ്രിങ്കും നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഗ്ലാസ്സിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല കട്ടിയാണ്. ഒരു സൂപ്പർ മിൽക്ക് ഷേക്കിൻ്റെ ഒരു പരുവത്തിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതുപോലെ അവക്കാഡോ ജ്യൂസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റാർഡ് ജ്യൂസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ. ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് നല്ലൊരു ഇതന്നെയാണ്. നമുക്ക് പെട്ടെന്ന് വയറ് ഫില്ലാവും. അധികം ഒന്നും കഴിക്കാനൊന്നും തോന്നൂല ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഞാനിതിൻ്റെ മുകളിൽ ചെറീസ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊമിഗ്രാനൈറ്റ് സീഡ് എടുത്തിട്ട്, അതായത് അനാറിൻ്റെ സീഡ് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി 1-2 പീസ് ചെറിയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.